ശംഭോർവിഷ്ണോശ്ച പുത്രം ഹിമകരവദനം രാജതനയം വന്ദേഹം ഭൂതനാഥം കലിയുഗവരദം കാർമുകധരം ആശംസേ തേ പ്രഭാതം ശുഭദമിതമഹം രമ്യമധുനാ ഹേ മിത്രേമം സുഖസ്രം ശശധരസുതദീപ്തം ച സുഖദം. ഇതാണ് ഇന്നത്തെ ശ്ലോകം. ഇനി അർത്ഥവും പറയാം. ശംഭോഹ വിഷ്ണോഹ ച, ശംഭുവിൻ്റെയും വിഷ്ണുവിൻ്റെയും, അതായത് പരമേശ്വരൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും പുത്രനും ഹിമകരവദനം, ഹിമകരനെ പോലെ മനോഹരമായ വദനത്തോടു കൂടിയവൻ, അതായത് ചന്ദ്രനെ പോലെ മനോഹരമായ മുഖത്തോടു കൂടിയവനും രാജതനയം, രാജാവിൻ്റെ പുത്രനാണ്, അതായത് പന്തളത്തെ രാജന്റെ പുത്രനും കലിയുഗ വരദം, കലിയുഗത്തിൽ വരം നൽകുന്നവനും കാർമുകധരം, വില്ല ധരിച്ചവനും ആയിട്ടുള്ള ഭൂതനാഥം, ഭൂതനാഥനെ അതായത് അയ്യപ്പനെ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. ഹേ മിത്ര, അല്ലയോ സുഹൃത്തെ, അധുന ഇപ്പോൾ, അഹം ഞാൻ, തേ അങ്ങയ്ക്ക്, ഇതം രമ്യം ശുഭദം പ്രഭാതം, ഈ മനോഹരവും മംഗളങ്ങൾ നൽകുന്നതുമായിട്ടുള്ള പ്രഭാതത്തെയും ശശധര സുത ദീപ്തം, ശശധരൻ എന്ന് പറഞ്ഞ ചന്ദ്രൻ, ചന്ദ്രന്റെ സുതൻ, പുത്രൻ ബുധൻ, ബുധനാൽ നന്നായി ശോഭിക്കുന്നതും സുഖദം, സുഖം നൽകുന്നതുമായിട്ടുള്ള ഇമം സുഖസ്രം ച, ഈ ശോഭനമായ ദിവസത്തെയും ആശംസേ, ആശംസിക്കുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് സുരസ എന്ന വൃത്തത്തിലാണ്.